James chapter 5 verse 17. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് തുടങ്ങുന്ന വേദഭാഗം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഈ ഭാഗത്തോട്ട് വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് 2021 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ആ തീം വേർഡിനോടുള്ള ബന്ധത്തിലാണ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ്, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും എന്ന ആ തിരുവെഴുത്തിനോടുള്ള ബന്ധത്തിലാണ് ഏലിയാവ് എന്ന പ്രവാചകനെ കുറിച്ചും തന്റെ ശുശ്രൂഷയെക്കുറിച്ചും അദ്ദേഹം ക്യാരി ചെയ്തിരുന്ന അഭിഷേകത്തെക്കുറിച്ചും അദ്ദേഹം വഹിച്ച ദൈവികമായ അഭിഷേകത്തെയും വിളിയെയും കുറിച്ചുമൊക്കെ പ്രസംഗിക്കുവാനിടയായത്. അതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് അതിന്റെ തുടർമാനമായ ഭാഗങ്ങൾ ദൈവം നമുക്ക് ആലോചനയായി നൽകുന്നത്. The key verse for today's meditation comes from James chapter 5 verse 17 onwards. Elijah was a man with a nature like ours, and he prayed earnestly that it would not rain, and it did not rain on the land for 3 years and 6 months. And he prayed again, and the heaven gave rain, and the earth produced its fruit. We are meditating from this verse from the epistle by James, because for this 2021 we have taken Luke chapter 1 verse 17 as our key theme verse, where John the Baptist will be moving with the power of Elijah, spirit of Elijah, preparing a people ready for the Lord. And based on that, we were discussing from the life of Elijah, and we are continuing that meditation. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, യാക്കോബ് പറയുകയാണ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. വാസ്തവത്തിൽ ഏലിയാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവാചകന്റെ രംഗപ്രവേശനവും ജീവിതാനുഭവങ്ങളും 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം മുതലാണ് ആരംഭിക്കുന്നത്. അവിടെ മുതൽ നാം വായിച്ചു വരുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഉടനീളം ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചതും തന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയും നിലവാരവും എത്രയധികമായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമായി നമുക്ക് തിരുവെഴുത്തുകളിലൂടെ വായിക്കുവാൻ ദർശിക്കുവാൻ കഴിയുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ അതിശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ട മനുഷ്യനാണ് ഏലിയാവ്. അദ്ദേഹം തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബ്യനായ ഏലിയാവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വംശാവലികളോ പാരമ്പര്യങ്ങളോ ഒന്നും തനിക്ക് എടുത്തു പറയുവാനില്ല. പക്ഷേ താൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എലോഹീം, ആ ദൈവവുമായിട്ടുള്ള തന്റെ ബന്ധമായിരുന്നു തന്റെ ഐഡന്റിറ്റി. ആ ദൈവത്തോടുള്ള ബന്ധമായിരുന്നു തന്റെ ധൈര്യം. ദൈവത്തോടുള്ള തന്റെ ബന്ധമായിരുന്നു ഏത് പ്രതിസന്ധികളുടെ മുൻപിലും നേരെ നിൽക്കുവാൻ തന്നെ ശക്തനാക്കി മാറ്റിയത്. From 1 Kings chapter 17:1 following, we find this man Elijah, who was powerfully used by the Lord, and his sole identity rested in the fact that he served the Lord. He stood before him, and that was the power which made him to stand so firmly amidst all the odds which were acting against him. ആ പോയിന്റ്സ് മാത്രം ഞാനൊന്ന് പറയുകയാണ്. ഏലിയാവിന്റെ ഐഡന്റിറ്റി, വ്യക്തിത്വം എന്ന് പറയുന്നത് ദൈവമായിരുന്നു. ഏലിയാവിന്റെ വിശ്വാസം എന്ന് പറയുന്നത് സംശയിക്കാത്ത വിശ്വാസമായിരുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ താൻ നിൽക്കുവാൻ ഇത്ര ദുഷ്ട ഭരണാധികാരിയായ ഒമ്രിയുടെ മകനായ അഹാബിന്റെ മുൻപിലും ഇസബേലിന് മുമ്പിലും തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ നിൽക്കുവാൻ തന്നെ ശക്തീകരിച്ചത് തന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തെ കുറിച്ചുള്ള ബോധ്യവും വിളിയെക്കുറിച്ചുള്ള ബോധ്യവും താൻ ദൈവത്തിൽ ആരാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിൽ ആരാണ്, അല്ലെങ്കിൽ യഹോവ തനിക്ക് ആരാണ് എന്നുള്ള ആ ഉറച്ച വിശ്വാസവും ബോധ്യവുമായിരുന്നു തന്റെ ഇടം, തന്റെ ധൈര്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി പുതിയ നിയമത്തിൽ നിന്ന് വായിച്ച ഭാഗം പൗലോസ് പറഞ്ഞ ഭാഗമാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസത്തോളം എന്നെ സൂക്ഷിക്കുവാൻ അവൻ ശക്തനായ ദൈവം. Last week we were able to discuss on how Elijah stood so powerfully
before such wicked kings and kingdoms of his times. He knew in his heart that who was the Lord who called him. And from the New Testament, we understood that Paul says, I know who has called me, and I know whom I am following. So such kind of a greater assurance this man of God Elijah had, and he was moving forward so powerfully. ദൈവത്തിന്റെ വചനത്തെ താൻ അനുസരിച്ചതിനാലും ദൈവം പറഞ്ഞ ആലോചന കൊട്ടാരത്തിൽ കയറിയപ്പോൾ മാറാതെ, കൊട്ടാരത്തിന്റെ സൗകര്യങ്ങൾ കണ്ടപ്പോൾ ദൈവത്തിന്റെ ദൂതുകൾ മാറ്റിപ്പിടിക്കാതെ, ദൈവത്തിന്റെ ആലോചന മുഖം നോക്കാതെ അറിയിച്ച കാരണം കൊണ്ട് ആഹാബ് എന്ന് പറയുന്ന രാജാവ് അടങ്ങിയിരിക്കത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ സ്വർഗത്തിലെ ദൈവം ഏലിയാവിനോട് പറയുകയാണ്, നീ ഇവിടുന്ന് പുറപ്പെടുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിനകത്ത് യഹോവയാകുന്ന ദൈവം ഏലിയാവിനോട് പറയുകയാണ്, നീ ഇവിടുന്ന് പുറപ്പെടണം. പുറപ്പെട്ടിട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. ഞാൻ നിന്നെ കരുതേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പവും ഇറച്ചിയും നിനക്ക് കാക്ക ഭക്ഷണമായി കൊണ്ടുതരും. അപ്പോ തോട്ടിൽ നിന്ന് കുടിക്കണം, കാക്ക നിനക്ക് അവിടെ ഭക്ഷണം കൊണ്ടുതരും. കാക്കയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. കെരീത്ത് എന്ന് പറയുന്ന ആ സെപ്പറേറ്റഡ് പ്ലേസിലേക്ക്, ആ പ്ലേസ് ഓഫ് സെപ്പറേഷനിലേക്ക് ഏലിയാവിനെ സ്വർഗത്തിലെ ദൈവം കൊണ്ടുപോയി ഇരുത്തിയത് മറ്റൊന്നിനല്ല, അവനെ പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇന്നത്തെ സന്ദേശം കേൾക്കുമ്പോൾ എന്താണ് കെരീത്തിൽ വെളിപ്പെട്ട പ്രിപ്പറേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. Since Elijah proclaimed the message without looking at the face of the king, the message which he got from the Lord, he went inside the palace and seeing all the things around him, he did not waver from the message which the Lord gave him. He perfectly delivered the message which was assigned by the Lord. And since he delivered the message so perfectly, the Lord knew Ahab will be seeking to kill this man of God. So the Lord told Elijah, go to the Kerith Wadi or Kerith Brook and be hiding there. And the Lord said, I'll be preparing you in that place of separation. ഇന്നത്തെ പ്രധാന സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. അതിന്റെ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 10 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാഫത്തിന് പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല. ഞാൻ ഇതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. കെരീത്ത് തോട് വറ്റിയതായ സാഹചര്യത്തിൽ കാക്കയുടെ വരവ് നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ പ്ലേസ് ഓഫ് സെപ്പറേഷനിൽ പ്രിപ്പയർ ചെയ്ത ഏലിയാവിനോട് പറയുകയാണ്, നീ ഇവിടുന്ന് എഴുന്നേൽക്കുക. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സാരാപത്തിലേക്ക് പോകുക. വാസ്തവത്തിൽ ഈ സാരാപത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ഈ സാരാപത്ത് ഇസബേൽ എന്ന് പറയുന്ന ആ ദുഷ്ട സ്ത്രീയുടെ സ്ഥലമാണ്, അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ കുടികുത്തി വാഴുന്ന ദേശത്തിന്റെ അധിപതികൾ നിലകൊള്ളുന്നതായ സ്ഥലമാണ് സരപത്ത്. സാരാപത്തിലേക്ക് വെറുതെ പോയി ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല, അതിനൊരു പ്രിപ്പറേഷൻ വേണം. ആ പ്രിപ്പറേഷനാണ് സെപ്പറേഷന്റെ കെരീത്തിൽ ഏലിയാവിന് വേണ്ടി ദൈവം ഒരുക്കിയത്. The Lord was preparing Elijah in Kerith because he's going to go into a place called the Seraphat, where he will be facing the evil forces, the dark forces, the satanic forces of Queen Jezebel, and it will be difficult for him if he has not been prepared by the Lord. So the Lord prepares Elijah when he separated him in Kerith. ഏലിയാവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ
നടക്കുമെന്ന് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് മറഞ്ഞിരിക്കുന്നതായ ഒരു അനുസരണമുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിലെ ദൈവം ഏലിയാവിനോട് എവിടെ പോയി ഇരിക്കുവാൻ പറയുന്നോ അവിടെ പോയി താൻ ഇരിക്കുന്ന മനുഷ്യനായിരുന്നു. എവിടെയൊക്കെ ചെല്ലുവാൻ പറയുന്നോ അവിടേക്ക് പോകുവാൻ താൻ മനസ്സുള്ള മനുഷ്യനായിരുന്നു. ഇതിനകത്ത് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാ വിടുതലുകൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രധാനമായ ഒരു കാരണമെന്ന് പറയുന്നത് അനുസരണമാണ്. അനുഗ്രഹത്തിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് അനുസരണമാണ്. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സഭകൾ എല്ലാ കാലത്തും ഈ തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനിടയായി തീരും. All the blessings, all the liberation, all the things which Elijah was able to do, all the ministry which Elijah was able to do, everything was backed up by the obedience which this man of God exhibited. If you want to be blessed by the Lord, you need to be obedient in the presence of the Lord. Elijah was an obedient man of God. അങ്ങനെ ഏലിയാവ് പട്ടണവാതിക്കൽ സാരാഭത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഈ 10ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യം സ്വർഗത്തിലെ ദൈവം ഏലിയാവിനോട് പറഞ്ഞൊരു കാര്യമാണ്. തൊട്ടു മുകളിലുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ, നിന്നെ അവിടെ കരുതേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ദൈവത്തെ നമുക്കവിടെ കാണാം. നീ കെരീത്തിലേക്ക് പോക, നിന്നെ കരുതേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ നമുക്കവിടെ കാണാം. നീ സാരാപത്തിലേക്ക് പോക, നിന്നെ കരുതേണ്ടതിന് ഞാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. അതിന്റെ 9ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നാം പ്രിപ്പയർ ചെയ്യുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളെ നമ്മുടെ ജീവിതത്തിൽ വിവിധ വഴികളിലൂടെ അനുഭവിക്കാൻ കഴിയും. ഒന്നും കൂടെ എന്നെ കാണുന്ന വ്യക്തികളോട് ഒരു ദൈവത്തിന്റെ ആലോചനയായി പറയാം. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവവചനം അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവം നിങ്ങളെ വിവിധ സാഹചര്യങ്ങളിലൂടെ ഒരുക്കുമ്പോൾ, പ്രിപ്പയർ ചെയ്യുമ്പോൾ, നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന, ഒരുക്കിയിരിക്കുന്ന നന്മകളെ നിങ്ങളുടെ കരത്തിലെത്തിക്കുവാൻ, വിവിധ വഴികളിലൂടെ നിങ്ങളുടെ കരത്തിലെത്തിക്കുവാൻ, ഇടപെടേണ്ടവരോട് ഇടപെടുവാൻ, അറിയിക്കേണ്ടവരോട് അറിയിപ്പാൻ, വഴി തെറ്റാതെ, റൂട്ട് തെറ്റാതെ ആ നന്മ നിന്റെ കരത്തിലെത്തിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. In the first part at Kerith, you find the Lord instructs and commands the ravens to feed this man of God. In the second part at Sarephath, we find in verse 9 that the Lord is commanding a widow to feed this man of God, to make every arrangements which he needs. From this, what we can understand is that if you are obedient to the Lord's commandments, if you are obedient to do God's will without fail, the Lord will be preparing you and he will be giving you what he prepares for those children of God whom he loves. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വാസ്തവമായി പറയട്ടെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലരോട് ഇടപെടുന്നവനാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നവനാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി റെസ്പോണ്ട് ചെയ്യുന്നവനാണ്. നിങ്ങളുടെ വിഷയത്തിൽ ഇത് ആരോടോ കർത്താവ് അറിയിക്കുന്നു. ഉത്തരവാദിത്തമില്ലാത്ത, നിങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്തമില്ലാത്ത ഒരു ദൈവമല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലെ പിതാക്കന്മാർക്ക്, ഈ ഭൂമിയിലെ മാതാപിതാക്കൾക്ക് നിങ്ങളെ കുറിച്ച് ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ, യേശു ക്രിസ്തു പറയുന്നു, ദോഷികളായ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ തരുന്നു എങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കുമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുകയാണ്. The special message for somebody today is this: if the heavenly Father, you worship in heaven, if you adore him and worship him, and if you are obedient to him, look at the earthly fathers, they give good things to their children. Same way, how much more the heavenly Father will give the good things to the children if you worship him and obey him. So
faithfully. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളിൽ ചിലർ പറയുന്നു, എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് ആരുമില്ല, എന്റെ ഒരു വിഷയം ഒരാളോട് പറയാൻ എനിക്ക് ആരുമില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ആരുമില്ല, എനിക്ക് വേണ്ടി ഒരു ചില കാര്യങ്ങൾ ചെയ്തു തരാൻ, എന്റെ ഒരു വിഷയത്തിൽ എന്നെ ഒന്ന് സഹായിക്കാൻ എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യണം, എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ ഓടണം, എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ പുറപ്പെടണം. ഈ ഒരു സാഹചര്യത്തിൽ ദൈവമേ എനിക്ക് വേണ്ടി ആരെയെങ്കിലും ഒക്കെ ഒന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ അവരോട് കർത്താവ് പറയുകയാണ്, പ്രതികരിക്കാത്ത ഒരു ദൈവത്തെ അല്ല നീ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ ഒരു അനങ്ങാൻ വയ്യാത്ത അനങ്ങാത്ത ഒരു സ്റ്റാച്ചു ആയിരിക്കുന്ന ഒരു വ്യക്തിയോടല്ല നീ പ്രാർത്ഥിക്കുന്നത്. രക്ഷിപ്പാതിരിപ്പാൻ അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ അവന്റെ കാതുകൾ മന്ദമായിട്ടില്ലെന്ന് യെശയ്യാ 59:1 എഴുതിയിരിക്കുന്നു. യിരെമ്യാ 33:3 പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്തതും മഹത്തായതും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. അതെ, പരിശുദ്ധാത്മാവ് ഇന്ന് ആരോടും അറിയിക്കുന്നു, ദൈവം നിനക്ക് വേണ്ടി റെസ്പോണ്ട് ചെയ്യും. You may be complaining that I am alone, I cannot handle everything, there is no one for me to recommend, there is no one for me to do things, and I have been weary of all these things which I am doing. The Lord says to you, the Lord is there. The Lord is not someone who is not responsible of you. He is totally in control. The Lord is totally responsible for you. He will recommend you. He will take care of you. Each and every need which you have in your life, the Lord is going to take care. Isaiah 59:1 says that his hands have not gone weary, his ears are not dumb. He will hear your prayer. Jeremiah 33:3 says, oh, call upon me, I will answer you, I will give you things which are hidden, and I will answer your prayers. The Lord hears your prayers. The Lord will work for you. The Lord will respond to your cry. ബിലയാം എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ ജനമായ ഇസ്രായേലിനെ ശപിക്കുവാനായി ആമീൻ സ്തോത്രം പുറപ്പെടുമ്പോൾ, ദൈവഹിതമില്ലാത്തൊരു കാര്യം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ, താൻ ദൈവത്തിന്റെ പ്രവാചകനാണ്, തന്റെ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. ദൈവത്തിന്റെ പ്രവാചകനായ ബിലയാം ആമീൻ സ്തോത്രം ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ പുറപ്പെടുന്ന സാഹചര്യത്തിൽ തന്റെ ജനത്തിന് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണാം. ബിലയാമിനോട് ദൈവത്തിന് സംസാരിക്കണം, പക്ഷേ ദൈവ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം അവന്റെ കാതുകൾ ട്യൂണ്ടല്ല, അവന്റെ മൈൻഡ് ട്യൂണ്ടല്ല. കാരണം അവന്റെ അകത്ത് മുഴുവൻ തെറ്റായ കാര്യങ്ങളാണ് ഇരിക്കുന്നത്. എന്നാൽ അവന്റെ വാഹനം മൃഗമായ കഴുതയോട്, ചരിത്രത്തിൽ ആദ്യമായി ഒരു കഴുത ഹീബ്രു ഭാഷ സംസാരിക്കുകയാണ്. അവന്റെ വാഹന മൃഗമായ കഴുതയോട് ദൈവം സംസാരിച്ചു. ആ കഴുത ബിലയാമിനോട് സംസാരിച്ചു. നോക്കുക, ദൈവത്തിന് തന്റെ ജനത്തെ വിടുവിക്കുവാൻ, അവർ ശാപഗ്രസ്തരായി തീരാതിരിക്കുവാൻ, ആ ജനത്തിനു വേണ്ടി റെസ്പോണ്ട് ചെയ്യുന്ന ദൈവം കഴുതയോട് വരെ ഇടപെടുന്ന ദൈവമാണ്. Balaam was a prophet who set out in his journey to curse Israelites. Yahweh somehow wanted to talk to this man of God, but he is not responsive to the call of God. So in history, nowhere else we see such an incident happening in the Bible. The donkey opens its mouth and speaks in Hebrew language. The donkey opens its mouth and tells the oracle of God to the prophet Balaam. If the Lord wants to speak something on his behalf, he will even open donkey's mouth to proclaim his word, so that his people will never be cursed. നമുക്കറിയാം, ഏലിയാവിനെ നമ്മളിപ്പോ വായിച്ച ഭാഗത്ത് ഏലിയാവിനെ കരുതാൻ ദൈവം കാക്കയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കാക്കയോട് ദൈവം ഇടപെട്ടു. യോന എന്ന് പറയുന്ന മനുഷ്യൻ, നിനവ എന്ന് പറയുന്ന പട്ടണത്തിന്റെ മാനസാന്തരത്തിനായി പ്രസംഗിക്കേണ്ട മനുഷ്യൻ, നിനവയിലേക്ക് പോകേണ്ടവൻ തർശീഷിലേക്ക് പോകുമ്പോൾ യോന ആ കയറിയ കപ്പലിൽ പ്രതിസന്ധികൾ ഉണ്ടായി. ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ നമുക്കറിയാം, യോനായെ അവർ എടുത്ത് കടലിലേക്ക് എറിയുമ്പോൾ തിമിംഗലം യോനായെ വിഴുങ്ങുകയാണ്. ആ യോനായെ ആ തിമിംഗലം തന്റെ ഉദരത്തിൽ ആമാശയത്തിൽ വഹിച്ചുകൊണ്ട് ആ നിനവെ പട്ടണത്തിലെ തീരത്തിലേക്ക് അവനെ ഛർദ്ദിച്ചിടുകയാണ്. ആ യോന പിന്നെയും മാനസാന്തരപ്പെടാതെ, പിന്നെയും ഈ ദൈവിക ഇടപെടലുകൾ തിരിച്ചറിയാതെ ഒരാവണക്കിന്റെ ചുവട്ടിൽ തണലത്തിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ദൈവം ഒരു പുഴുവിനോട് ഇടപെടുന്നു. ഒരു പുഴുവിനോട് ദൈവം സംസാരിക്കുകയാണ്. ആ പുഴു ആവണക്കിന്റെ ഇല മുഴുവൻ കുത്തി ഉണക്കി കളയുന്നു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ? കാക്കയോട് ദൈവം പ്രതികരിക്കുന്നു.
കഴുതയോട് ദൈവം സംസാരിക്കുന്നു. ദൈവത്തിന്റെ ജനത്തെ വിടുവിക്കുവാൻ നിനവെ പട്ടണത്തിൽ യോനായെ എത്തിക്കുവാൻ ദൈവം ഒരു കൊച്ചു പുഴുവിനോട് ഇടപെടുന്നു. ആ പുഴു ആവണക്കിന്റെ ഇല സ്തോത്രം മുഴുവൻ വട്ടത്തിൽ തുരന്നു കളയുന്നു. വെയില് ശിരസിൽ അടിച്ച് യോന എഴുന്നേൽക്കുന്നു. യോനയ്ക്ക് അവിടെ കോപമുണ്ടായി. പക്ഷെ ദൈവത്തിന്റെ ഇടപെടലുകൾ ആ മനുഷ്യനോടെ ഉണ്ടാകുന്നു. ഇവിടെ ഒരു സത്യമുണ്ട്. ദൈവത്തിന് തന്റെ മക്കളെ വിടുവിക്കാൻ, ദൈവത്തിന് തന്റെ ജനത്തിനു വേണ്ടി ഇടപെടുവാൻ, ദൈവത്തിന് തന്റെ ജനത്തിനു വേണ്ടി പ്രതികരിക്കുവാൻ ദൈവം ഏത് റൂട്ടും എടുക്കും. അവൻ കഴുതയോട് സംസാരിക്കും. ആമീൻ. അവൻ കാക്കയോട് ഇടപെടും. അവൻ കൊച്ചു പുഴുവിനോട് ഇടപെടും. അവൻ വലിയ തിമിംഗലത്തോട് ഇടപെടും. വലിയ തിമിംഗലം യോനായെ വിഴുങ്ങി. ആ തിമിംഗലം അവനെ കടൽക്കരയിൽ ഛർദ്ദിച്ചു. ആമീൻ. ആവണക്കിലെ പുഴു സ്തോത്രം ഇലകൾ കുത്തി ഉണക്കി. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് വലിയ തിമിംഗലം മുതൽ കഴുത മുതൽ കാക്ക മുതൽ കൊച്ചു പുഴുവിനോട് വരെ എന്റെ ദൈവത്തിന് തന്റെ മക്കൾക്ക് വേണ്ടി ഇടപെടാൻ കഴിയുമെങ്കിൽ നിന്റെ വിഷയത്തിൽ ദൈവത്തിന് ഇടപെടാൻ കഴിയില്ലേ? നിന്റെ വിഷയത്തിൽ പ്രതികരിക്കാൻ ദൈവത്തിന് കഴിയില്ലേ? നിന്റെ വിഷയത്തിൽ ചിലരോട് സംസാരിക്കാൻ ദൈവത്തിന് കഴിയില്ലേ? വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. The Lord commanded the fish to swallow Jonah, and the Lord commanded the same fish to vomit Jonah in front of Nineveh. And at Nineveh, what we find is the Lord sprouts up a big vine gourd to be sprouted up, and it obeys. And you find a small worm to wither this vine, and it also happens. We find throughout the scriptures that the Lord speaks to the ravens, the Lord speaks to donkey, the Lord speaks to the fish, the Lord speaks to even a little worm. From a big whale to a little worm, the Lord speaks so that his children will be delivered, his children will be helped. The Lord speaks to anything so that you may be helped. ഇവിടെ ഏലിയാവിനെ കരുതുവാൻ ദൈവം ഒരു വിധവയോട് ഇടപെട്ടിരിക്കുന്നു. പക്ഷേ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഏലിയാവ് സരാഫത്തിലെത്തി. അവൻ പട്ടണവാതിക്കൽ എത്തിയ സമയത്ത് അവിടെ വിറക് പെറുക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സഹോദരിയെ കണ്ടു. അവളോട് ഏലിയാവ് ചോദിക്കുകയാണ്, എനിക്ക് കുടിക്കാൻ പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. നമുക്കറിയാം, മഴ പെയ്തിട്ട് 3 വർഷമായി. അതിന്റെ പ്രധാന കാരണക്കാരൻ തന്നെയാണ് ഇപ്പൊ ഈ പട്ടണവാതിക്കൽ നിൽക്കുന്നതും. പുള്ളിയാണ്, ഏലിയാവാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഇവിടെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന്. മഴ പെയ്യാതിരിക്കുന്നതിന്റെയും വെള്ളം കിട്ടാതിരിക്കുന്നതിന്റെയും ഒക്കെ കാരണം തന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. അത് ദൈവത്തിന്റെ പദ്ധതി തന്നെയായിരുന്നു. പക്ഷെ പട്ടണവാതിക്കൽ നിൽക്കുന്ന ഈ സ്ത്രീയോട് ഏലിയാവ് ചോദിച്ചത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ കാലഘട്ടത്തെ സംബന്ധിച്ച് കുടിക്കാനുള്ള വെള്ളം. ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റി കാക്കയുടെ വരവ് നിന്നപ്പോഴാണ്. നിങ്ങൾ ഓർക്കണം, ദൈവം തുറന്ന ഏതെങ്കിലും ഒരു വഴി അത് അടഞ്ഞു പോയെങ്കിൽ, ദൈവം തുറന്ന ഏതെങ്കിലും ഒരു വഴി ക്ലോസ്ഡ് ആയെങ്കിൽ, അതിന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് പറയട്ടെ, ദൈവം ചില ജനലുകൾ, വിൻഡോകൾ നിന്റെ മുമ്പിൽ അടയ്ക്കുന്നത് ചില കതകുകൾ തുറക്കാൻ വേണ്ടിയാണ്, ചില ഡോറുകൾ നിന്റെ മുമ്പിൽ തുറക്കുവാൻ വേണ്ടിയിട്ടാണ്. The Kerith brook dried up, and Elijah was going to Zarephath, and he finds a woman gathering fire sticks for her to make some food. And the first thing he asks is, please give me a cup of water to drink. And you know, the person who is behind the present drought and famine is Elijah himself. And water is so precious at that point of time. And this man is asking for some water. If the Lord has dried up some Kerith brooks, yes, he will be opening up another way. If a window is closed before you, a door will be widely opened for you, yes, in the days to come. ഏലിയാവ് അവിടെ ചെന്ന് നിന്നിട്ട് വെള്ളം ചോദിക്കുമ്പോൾ ഈ സഹോദരി വെള്ളം എടുക്കാനായിട്ട് തിരിഞ്ഞു. 11ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൾ വെള്ളം കൊണ്ടുവരാനായിട്ട് പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് പറഞ്ഞു. ഈ സമയത്ത് 12ാമത്തെ വാക്യത്തിൽ അവൾ മറുപടി പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി ഞങ്ങളിത് തിന്നിട്ട് മരിക്കാനിരിക്കുകയാകുന്നു. നിങ്ങൾ ഓർക്കണം, ക്ഷാമം കാരണം, പട്ടിണി കാരണം,
കൃഷിയില്ലാത്തത് കാരണം, ദേശമെല്ലാം വറ്റി വരണ്ട് കിടക്കുന്നത് കാരണം, ആകെ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സമയത്ത് ഏലിയാവ് ഈ സഹോദരിയോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നു. നല്ല മനസ്സുകൊണ്ടും ദൈവത്തിന്റെ ഇടപെടലുകൾ ഉള്ളത് കൊണ്ടും അവൾ വെള്ളം എടുക്കാൻ തിരിഞ്ഞു. പക്ഷെ അവളോട് പറയുകയാണ്, വെള്ളം മാത്രം പോരാ, എനിക്ക് കഴിക്കാൻ 2 അപ്പവും കൂടെ വേണം. ആ സമയത്ത് ആ സഹോദരി അവളുടെ അവസ്ഥ ഏലിയാവിനോട് തുറന്നു പറയുന്നു. എന്താണ് അവളുടെ അവസ്ഥ? അവൾ പറയുകയാണ്, ഞാൻ 2 വിറക് പെറുക്കുന്നു, 1 പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയുമല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. ഈ മാവ് കൊണ്ട്, എണ്ണ കൊണ്ട് അപ്പമുണ്ടാക്കി കഴിച്ചിട്ട് ഞാനും കുഞ്ഞും ഇന്ന് വൈകുന്നേരം ആത്മഹത്യ ചെയ്യാനിരിക്കുകയാണ്, മരിക്കാനിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടോ? അന്ന് രാത്രിയിൽ ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ അടുക്കൽ റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ ഒരു റൈറ്റ് പേഴ്സണെ ദൈവം സെൻഡ് ചെയ്യുകയാണ്. കൃത്യസമയം. അന്ന് ഏലിയാവെന്ന് പറയുന്ന ദൈവപുരുഷൻ ഈ സഹോദരിയുടെ അടുത്ത് വന്നില്ലെങ്കിൽ 2 മരണം അവിടെ നടക്കുകയാണ്. ആ കറക്റ്റ് സമയത്ത്, കൃത്യസമയത്ത് ഏലിയാവിനെ തന്നെ ദൈവം ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഏലിയാവ് അല്ലാതെ, ആ ദൈവപുരുഷനല്ലാതെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഈ മനുഷ്യനല്ലാതെ വേറെ ആരാ കുടുംബത്തെ പരിചയപ്പെട്ടിട്ടും ഒരു കഥയില്ല, ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. അപ്പൊ വിടേണ്ട വ്യക്തിയെ വിടേണ്ട സ്ഥലത്ത് വിടേണ്ട സമയത്ത് ദൈവം അയക്കുന്നു. ഇതിൽ നിന്ന് ഒരു സത്യം മനസ്സിലാക്കണം. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീനെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, ദൈവം ഒരിക്കലും നേരത്തെ പ്രവർത്തിക്കില്ല, ദൈവം ഒരിക്കലും വൈകി വരികയില്ല. ദൈവം കൃത്യസമയത്ത്, തക്ക സമയത്ത് അവൻ കരുതുന്ന ദൈവമാണ്, അവൻ വെളിപ്പെടുന്ന ദൈവമാണ്. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അനുഭവിച്ചവരുണ്ടെങ്കിൽ അവർ കൈകളെ ഉയർത്തി മെസ്സേജ് കേൾക്കുമ്പോൾ, കർത്താവേ, ഇതെന്റെ അനുഭവമാണ്, ഇതെന്റെ സാക്ഷ്യമാണ്, ഒരു ആമീൻ പറഞ്ഞേ അതിനായി. ഹല്ലേലൂയ. Elijah asked her water, and when she was about to go and take the water, Elijah says, please bring me a morsel of bread in your hand. And the response was like this: as the Lord God lives, I do not have bread, only a handful of flour in the bin and little oil in the jar, and see, I am gathering a couple of sticks that I may go and prepare for myself and my son, that we may eat it and die. The Lord is sending Elijah to a house where by evening 2 deaths, a bare minimum 2 deaths are going to happen. The Lord sends his servant to a house which was gripped by death. At proper place, at proper time, the Lord sends people. He will not be early, he will not be coming late. That's why Peter says, in due time the Lord's going to lift you up, so submit yourself under his mighty hands. ഇന്ന് ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. സ്തോത്രം. ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇനി മുൻപോട്ട് എനിക്ക് ഒരു ചുവടും വെക്കാൻ പറ്റില്ല, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന സാഹചര്യത്തിൽ ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ, ഇവിടം കൊണ്ട്, ഇന്നുകൊണ്ട്, ഈ ആഴ്ചകൾ കൊണ്ട് നീ അവസാനിക്കുകയല്ല. ദേ, ഇവിടം കൊണ്ട് നീ അവസാനിച്ചെന്ന് പറയുന്ന ഈ പോയിന്റ് കൊണ്ട് ദൈവം ചിലത് ആരംഭിക്കുവാനായി തുടങ്ങുകയാണ്. മനുഷ്യൻ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് സകലത്തെയും ആരംഭിക്കുന്ന ഒരു കർത്താവുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. You may be saying today that, Pastor, everything is over in my life. The people around you may be telling that everything is over for you. When you think that this is the stopping place, when you think that this is the full stop, the Lord is going to start something new, and that's going to happen if you believe in the Lord. ഇവിടെ ഈ സഹോദരി അവളുടെ ലിമിറ്റേഷൻസിനെയാണ് ഏലിയാവിനോട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഇത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണെങ്കിൽ, ഇത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയായി
തിരുവെഴുത്തുകൾ എന്ന് പറയുന്ന ഈ സന്ദേശം ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അതിന് ആമീൻ പറയുക, പ്രതികരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ഈ സഹോദരി അവളുടെ അവസ്ഥ വെളിപ്പെടുത്തുകയാണ്. അവളുടെ പരിധി, അവളുടെ പരിമിതി, അവളുടെ ലിമിറ്റേഷൻ. ആ ലിമിറ്റേഷൻ ആണ് അല്പവെണ്ണ, ആ ലിമിറ്റേഷൻ ആണ് ഒരു പിടി മാവ്. അവളുടെ പരിമിതികളാണ് 2 വിറക്. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിന്റെ തീം നിങ്ങൾക്കെല്ലാം അറിയാം, പരിമിതികളെ മാറ്റുന്ന ദൈവം. ഇന്നത്തെ സന്ദേശം അതാണ്, പരിമിതികളെ മാറ്റുന്ന ദൈവം. ഈ സഹോദരി അവൾ പറയുന്നത് അവളുടെ പരിമിതികളാണ്, പരിധികളാണ്. This widow is talking about her limitations. She is telling that I have only a handful of flour. I have only a little oil. I am just picking up 2 sticks. I have to make only 2 bread. All the limitations she is laying bare before the prophet. Today's message is the Lord who takes away your limitations. നിങ്ങളുടെ പരിധികളെ, നിങ്ങളുടെ പരിമിതികളെ മാറ്റുവാൻ ദൈവം സർവശക്തനാണ്. ഇവിടെ വന്നിരിക്കുന്ന ഏലിയാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈസ് an anointed man of God. ദൈവത്തിന്റെ ഒരു അഭിഷിക്തനെയാണ് ഈ കുടുംബവുമായി ദൈവം കണക്ട് ചെയ്യുന്നത്. എപ്പോഴും അഭിഷേകത്തിനുള്ള പ്രത്യേകത, the anointing shall break the yokes. അഭിഷേകം മുഖത്തെ തകർക്കുന്നതാണ്. ഈ കുടുംബത്തിന്റെ മേൽ നിൽക്കുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ മുഖമുണ്ട്, ഈ കുടുംബത്തിന്റെ മേൽ നിൽക്കുന്ന ഒരു തകർച്ചയുടെ മുഖമുണ്ട്, ഈ കുടുംബത്തിന് മേൽ നിൽക്കുന്ന ഒരു ആത്മഹത്യയുടെ മരണത്തിന്റെ മുഖമുണ്ട്. പക്ഷെ അഭിഷേകമുള്ള അഭിഷിക്തനായ ഏലിയാവ് ആ കുടുംബവുമായി കണക്ട് ചെയ്യുമ്പോൾ, ഒരു അഭിഷിക്തന്റെ കാലവിടെ കുത്തുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് അഭിഷേകം പരിമിതികളെ പൊളിക്കുന്നതാണ്. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ പക്കൽ ഒരു പക്ഷേ ഒന്നും കണ്ടില്ല എന്ന് വരും, പക്ഷെ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം നിന്റെ പരിമിതികളെ പൊളിക്കും. പ്രസന്റ് സിറ്റുവേഷനിൽ പലതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ മേൽ ഒരു അഭിഷേകമുണ്ടോ? നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങളുടെ കുടുംബക്കാരല്ല, നാട്ടുകാരല്ല, തല തകർന്ന ലൂസിഫർ അല്ല. നിന്റെ ഭാവി തീരുമാനിക്കുന്നത് നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകമാണ്. ഹല്ലേലൂയ. This house has many problems. There is a problem of suicidal tendency inside this house. There is a yoke of famine inside the house. There is a yoke of nothingness inside the house. And this anointed man of God is stepping into this house to break that yoke. We find in the scriptures that the anointing shall break the yoke. And this yoke has to be broken. It's not someone else who is going to decide your future. It's not the witchcraft. It's not the people around you. It's not Lucifer. It's the anointing which is going to break your yoke and is going to take away the limitations. നിന്റെ ലിമിറ്റഡ് റിസോഴ്സിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്, ദൈവത്തിന്റെ അഭിഷേകത്തിന് അൺലിമിറ്റഡ് ആക്കാൻ കഴിയും. ഇന്ന് ഈ മെസ്സേജ് ഞാൻ സംസാരിക്കുമ്പോൾ, പരിമിതികളെ മാറ്റുന്ന ദൈവം എന്ന ഈ വിഷയം ഞാൻ പ്രസംഗിക്കുമ്പോൾ കേവലം ഒരു ഫൈനാൻഷ്യൽ ഏരിയയിൽ മാത്രമല്ല, ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ പ്രെയർ ലൈഫ് അത് ഇൻക്രീസ്ഡ് ആകാൻ പോവുകയാണ്. ലിമിറ്റഡ് ആയി നിൽക്കുന്ന നിങ്ങളുടെ വേർഡ് റെവലേഷൻ ഇൻക്രീസ്ഡ് ആകാൻ പോവുകയാണ്. ലിമിറ്റഡ് ആയി നിൽക്കുന്ന നിങ്ങളുടെ സാമ്പത്തിക മേഖല സ്വർഗത്തിന് വർദ്ധിപ്പിക്കാനായി കഴിയും. ലിമിറ്റഡ് ആയി നിൽക്കുന്ന പലതും, എല്ലാത്തിനകത്തും പരിധി, മതില് കെട്ടി വെച്ചതുപോലെ എല്ലാത്തിനകത്തും നിൽക്കുന്ന പരിമിതികളെ പിശാചി വെച്ചിരിക്കുന്ന സ്പീഡ് ബ്രേക്കറുകളെ, ബാരിയറുകളെ അഭിഷേകം എടുത്തു മാറ്റുന്നു. അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ച്, അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിക്ക് നിന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയും, പരിധികളെ മാറ്റാൻ കഴിയും, പരിമിതികളെ മാറ്റാൻ കഴിയും. വെള്ളത്തിന് മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവിന് പാഴായിരുന്ന, ശൂന്യമായിരുന്ന, ഇരുളായിരുന്ന ഭൂമിയിൽ ഇത് മുഴുവൻ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാനായി കഴിയും. ഹല്ലേലൂയ. The Holy Spirit can bring into life things which are not there. The Lord is going to take away the limitations you have. I am not just talking about the financial or material areas. Of course, the Lord is going to expand your financial areas. He is going to expand and take the limitations of your prayer life. The Lord is going to take away the limitations of the word revelation which you are going to receive. The Lord is going to take away limitations of peace which is there in your home. Everything which is limited and confined, the Lord is going to take away all those barriers and the Lord is going to bless you abundantly. ഇത് പിശാച്
ചെയ്യുന്ന ചില തന്ത്രങ്ങളാണ്. 2 ദിവസം വീട്ടിനകത്ത്, ചില ഭവനത്തിനകത്ത് സമാധാനം ഉണ്ടെങ്കിൽ 4 ദിവസം പ്രശ്നമാണ്. ഒരല്പം സാമ്പത്തിക നന്മ എവിടുന്നെങ്കിലും കർത്താവ് തന്നു വന്നാൽ ഉടനെ അത് കയ്യിൽ നിന്ന് പോകത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ശത്രു ഉണ്ടാക്കുകയാണ്. ഒന്നും ജീവിതത്തിൽ നിൽക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, എപ്പോഴും അസമാധാനം, സ്വസ്ഥതയുണ്ട്, സന്തോഷമുണ്ട്, റീസൺ അറിയത്തില്ല എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. കാരണമില്ലാത്ത പ്രതിസന്ധികൾ, കാരണമില്ലാത്ത വെല്ലുവിളികൾ, കാരണങ്ങളില്ലാത്ത പ്രതികൂലങ്ങൾ, ഇങ്ങനെ നിൽക്കുന്ന ചില വ്യക്തികളോട് ഞാൻ പറയട്ടെ, നിന്റെ കയ്യിലുള്ള ആ റിസോഴ്സിനെ ദൈവത്തിന്റെ കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചാൽ ഈ ലിമിറ്റഡ് റിസോഴ്സിനെ കർത്താവ് അൺലിമിറ്റഡ് ആക്കി മാറ്റും. ദൈവത്തിന്റെ അഭിഷേകം അതിനെ അൺലിമിറ്റഡ് ആക്കി മാറ്റും. 5 അപ്പവും 2 മീനും ഒരു ബാലകന്റെ കയ്യിലുണ്ട്. അന്ത്രയോസ് പറയുന്നു, അതിനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. യേശു അപ്പമീനുകളെ കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ആ 5 അപ്പവും 2 മീനും വർദ്ധിച്ചു. അത് 10,000ങ്ങളിലേക്ക് വിളമ്പപ്പെട്ടു. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ലിമിറ്റേഷൻസിനെ എന്റെ ദൈവത്തിന് ബ്രേക്ക് ചെയ്യാൻ കഴിയും. എന്റെ ദൈവത്തിന് ലിമിറ്റഡ് സോഴ്സുകളെ അൺലിമിറ്റഡ് ആക്കാൻ കഴിയും. ഐ ബിലീവ് ദാറ്റ്. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് വിശ്വസിക്കുകയാണ്. പത്രോസിന്റെ വല നിറയെ മീൻ കൊടുത്ത ദൈവം, വല കീറാറാകുവോളം അതിനെ നിറച്ച ദൈവം, 5 അപ്പത്തെ 2 മീനിനെയും വർദ്ധിപ്പിച്ച ദൈവം ഇന്ന് ലീവിലല്ല, ഒളിവിലല്ല, സെമിട്രിയിലല്ല, കല്ലറയിലല്ല, ഖബറിലല്ല. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. വാ തുറന്ന് പറ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ലിമിറ്റേഷൻസിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. Hallelujah. It's a strategy of Satan to make problems in your home. Whenever some peace is there, you enjoy for 1 or 2 days. It's taken away by Satan in the rest of the days. You have some financial backgrounds being opened by the Lord, and somehow it's oozed out in another way. You don't know the reason, but the Lord says, what you have in your hand, though it is very limited, give it to the Lord. The Lord is going to expand it. The Lord is going to bless it. The Lord is going to multiply it. As the five bread and 2 fish was in the hands of the Lord, He multiplied it. The Lord is going to multiply what you are going to give into His hand, and the Lord is going to bless it. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, സഹോദരങ്ങളെ, 13ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഏലിയാവ് അവളോട് ഭയപ്പെടണ്ട. അപ്പൊ അവളുടെ മനസ്സിൽ നിൽക്കുന്ന വികാരം എന്താണ്? ഫിയർ, ഭയം. ആ ഭയം എന്തുകൊണ്ട് വന്ന ഭയമാണ്? സാഹചര്യങ്ങൾ കൊണ്ടുവന്ന ഭയം. വാസ്തവത്തിൽ ആ ഒരു ഭയത്തിൽ നിന്നും വെളിപ്പെട്ട നിരാശയാണ് അവൾ പറഞ്ഞത്, ഞങ്ങൾ 2 പേരും ഇന്ന് മരിക്കാനിരുന്നാണെന്ന്. ചില ഭയം അകത്ത് കയറിയിട്ട്, നിരാശ ഉണ്ടായിട്ട്, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, ഭയപ്പെടേണ്ട. ഫിയർ നോട്ട്, ഫിയർ നോട്ട്. നീ ഭയപ്പെടണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള, നിന്റെ ലിമിറ്റേഷനെ മാറ്റാൻ കഴിവുള്ള, നിന്റെ ഭവനത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ ശക്തനായ ഒരു യേശു, കർത്താവ്, യഹോവ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. അത് വിശ്വസിക്കുക. Glory to God. Hallelujah. In verse 13 we read, Elijah says to her, do not fear. And it was out of fear that despair and hopelessness crept into this widow's life, and out of that she says, we are gonna die. And today Elijah says to her, do not fear. Today Jesus says to you, do not fear. You are fearing that some unhealthy things may happen, some unforeseen contingencies may happen. Nothing will happen. The Lord is holding your hand. The Lord is going to bless you. Do not fear. ഈ ഭയപ്പെടേണ്ട എന്ന് ഏലിയാവ് ആ സ്ത്രീയോട് പറഞ്ഞ വിഷയത്തോടുള്ള ബന്ധത്തിൽ വീണ്ടും ആ ഭാഗത്തുനിന്ന് മാറിപ്പോകാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് ആരോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. സാഹചര്യങ്ങൾ നിമിത്തം ചില സിറ്റുവേഷൻസിനെ കണ്ട് ഭയന്നിരിക്കുന്നു. അതൊരു പക്ഷേ മെഡിക്കൽ റിപ്പോർട്ടാകാം, വൈദ്യശാസ്ത്രം നിനക്ക് തന്ന റിപ്പോർട്ടാകാം, ആ റിപ്പോർട്ട് നിനക്ക് എതിരാകാം, ചില രോഗങ്ങളാകാം, കടഭാരങ്ങളാകാം, മക്കളെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, അവരുടെ ഭാവി ഓർത്ത്, എന്ത് തന്നെയാണെങ്കിലും കർത്താവ് നിന്നോട്
അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഡു നോട്ട് ഫിയർ നോട്ട്. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ബൈബിളിൽ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ ഒഴുകില്ല. നദി നിന്നെ മുക്കിക്കളയില്ല. തീയിലൂടെ നടന്നാൽ നിന്റെ കാല് വെന്തു പോകില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. നിങ്ങൾക്ക് എന്താ അറിയുന്നത് മനസ്സിലായേ? വെള്ളത്തിൽ കൂടി നീ നടക്കുമ്പോൾ അത് നിന്നെ മുക്കില്ല. വെള്ളത്തിൽ കൂടെ വേണമെങ്കിൽ നടക്കാൻ പറ്റുന്ന ഒരു ശിരസോളം വെള്ളത്തിലൂടെ വേണമെങ്കിൽ നടക്കാം. അതൊരു പ്രശ്നമാണ്, എന്നാൽ ഓവർകം ചെയ്യാം. അതൊരു ചെറിയ വിഷയമാണ്. പക്ഷെ നദി വലിയ 10 അടി താഴ്ചയൊക്കെ ഉള്ള വലിയ കുഴിയുള്ള നദിയിലൂടെ നടക്കാൻ പറ്റില്ല. നദി മുക്കിക്കളയുന്നതാണ്. ജോർദാന്റെ നദി മുക്കിക്കളയുന്നതാണ്. അപ്പോ വെള്ളം എന്ന് പറയുന്നത്, വെള്ളത്തിലൂടെ നടക്കാന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാം, പക്ഷെ ബുദ്ധിമുട്ടാണ്, എന്നാലും കൈകാര്യം ചെയ്യാവുന്ന പ്രശ്നം. നദി, മുക്കുന്ന നദി എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം. തീയിലൂടെ നടക്കുമ്പോൾ നിന്റെ കാല് വെന്തു പോകില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. തീയിലൂടെ വേണമെങ്കിൽ കാല് പൊള്ളു, ഉറപ്പാണ്, ഓടാൻ പറ്റത്തില്ല. എന്നാലും മരിച്ചു പോകാതെ, ഒന്നും സംഭവിക്കാതെ ഓടി അങ്ങ് വേണമെങ്കിൽ അപ്പുറത്തെത്താം. പക്ഷെ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന ഫ്ലെയിംസ്, അഗ്നിജ്വാലകൾ, ഭയങ്കര ഉയരത്തിൽ കത്തി നിൽക്കുന്ന തീജ്വാലകൾക്കകത്തൂടെ പോകുക എന്ന് പറഞ്ഞ് ഇമ്പോസിബിൾ ആണ്. ഇവിടെ എന്താ മനസ്സിലായി? നദിയും വെള്ളവും തീക്കനലും അഗ്നിജ്വാലയും. നിന്റെ വിഷയം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും, അത് നദിയാണെങ്കിലും വെള്ളമാണെങ്കിലും, അത് അഗ്നിജ്വാലയാണെങ്കിലും തീക്കട്ടയാണെങ്കിലും, ഐ ആം വിത്ത് യു. ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. The word of the Lord says, even if you pass through the waters, I will be with you. And if you pass through the rivers, they shall not overflow you. When you walk through the fire, you shall not be consumed, nor shall the flames scorch you. From lesser problems to bigger problems is what the word of the Lord says here. Even when the problems are smaller or bigger, the Lord is with you, holding your hands so that you will be safely going through the problems victorious. നീ ചെന്ന് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും ഉണ്ടാക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിൽക്കുന്ന ലിമിറ്റേഷൻ ബ്രേക്ക് ആകാൻ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിൽക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകാൻ ദൈവം അവിടെ വെച്ചൊരു വഴിയാണ്. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, ഫസ്റ്റ്, ആദ്യം എനിക്കുള്ളത്. നിങ്ങളിവിടെ മനസ്സിലാക്കണം, ഏലിയാവ് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഏലിയാവ് റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവത്തെയാണ്, ദൈവപുരുഷനാണ്. അപ്പോ ആദ്യം എനിക്കെന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഗാഡ് എന്നുള്ളതാണ്. ആദ്യം ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും മുൻപേ, മത്തായി 6:33, മുൻപേ ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാമെങ്കിൽ, ലൈഫിൽ ഒന്നാമത് ദൈവമായി തീരാമെങ്കിൽ, ലൈഫിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാമെങ്കിൽ, ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കാമെങ്കിൽ, അതോടുകൂടെ നിന്റെ സിറ്റുവേഷൻസ് ചേഞ്ച് ആകുകയാണ്. In order to break this yoke of problems which this widow is undergoing in her life, what Elijah says is, first bring me the bread. First things first. If you put the Lord first in your life, if you seek first the kingdom of God, then everything else will be added. The primary thing which you need to make sure is that Lord is first in your life, then rest of the things will follow. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നിങ്ങളൊന്ന് പരിചയിക്കാമോ? ഏതു കാര്യം ചെയ്താലും, ഏതൊരു പ്രവൃത്തി ചെയ്താലും, ഏതൊരു കാര്യത്തിലും, ഒരു ശുശ്രൂഷ നടന്നാലും, ഒരു വിവാഹം നടന്നാലും, എന്തൊരു ഫംഗ്ഷൻ നടന്നാലും, ഏത് പ്രോഗ്രാം നടന്നാലും, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നതാണെങ്കിൽ, ആ വിഷയത്തിൽ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുമെങ്കിൽ, ആ ഭവനത്തിന്റെ നിയന്ത്രണം ദൈവത്തിന് കൊടുക്കുമെങ്കിൽ, ആ ഫംഗ്ഷന്റെ നിയന്ത്രണം ദൈവത്തിന് കൈമാറുമെങ്കിൽ, ആ കുഞ്ഞുങ്ങളുടെ നിയന്ത്രണം ദൈവത്തിന് കൈമാറുമെങ്കിൽ, ആ ശുശ്രൂഷയുടെ നിയന്ത്രണം ദൈവത്തിന് കൈമാറുമെങ്കിൽ, അതിനകത്തെല്ലാം വെളിപ്പെടുന്ന ഒരു അൺലിമിറ്റഡ് ബ്ലെസ്സിംഗ് ഉണ്ട്. ഹല്ലേലൂയ.
Make sure that in whatever things you do, whether it's a function, whether it's a thing which you are doing in your family, whether it's a ministry, what all things you do, give first priority to the Lord. And if you do that, there is a great breaking up of blessings which the Lord gives to those who gives him priority. ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കുക. അതിൽ നിന്ന് വളരെ ക്ലിയർ അല്ലേ? ഫസ്റ്റ് പ്രയോറിറ്റി, പുട്ട് ഫസ്റ്റ് ഗാഡ് എന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ പാസ്റ്റർ ജിജി? എത്ര വ്യക്തമായിട്ടാണ് അവിടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ, ദാരിദ്ര്യം സമൃദ്ധിയായി തീരണമെങ്കിൽ, ഞെരുക്കം വിശാലതയായി തീരണമെങ്കിൽ, ലിമിറ്റഡ് റിസോഴ്സസ് അൺലിമിറ്റഡ് ആയി തീരണമെങ്കിൽ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. യേശു അതാണ് പറഞ്ഞത് യോഹന്നാൻ 15, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതാണ് 127 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ജീവിതത്തിൽ എല്ലാറ്റിലും പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുമെങ്കിൽ, അത് കുടുംബമാണെങ്കിലും സഭയാണെങ്കിലും ശുശ്രൂഷയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിനകത്ത് ഒരു സ്വർഗീയ അനുഗ്രഹം ഉണ്ടാകും. If you want the heavenly blessing in your life, in your business, in your church, in your personal life, in your ministry, give first priority to the Lord. That's why Lord says in John chapter 15, without me you can do nothing. That's what we find in Psalm number 127. If the Lord is not building a house, the people who put their effort is in vain. If the Lord is not guarding you, all those people who safeguards are doing it in vain. Give the Lord priority. Get blessings from the Lord. ദൈവത്തിന്റെ ദാസന്മാർക്ക് കൊടുക്കുക, ദൈവത്തിനായി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ബ്ലസ്സിംഗ് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. നിശ്ചയമായിട്ടും അവരുടെ തലമുറകളുടെ മേളിൽ അനുഗ്രഹം ഉണ്ടാകും. വർഷങ്ങളായി ദൈവവേല ചെയ്തവരോട്, നമ്മുടെ പിതാക്കന്മാർ അവരിന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ പട്ടിണി കിടന്നുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തു, ദൈവത്തിന്റെ ദാസന്മാരെ സ്നേഹിച്ചു, അവരെ കരുതി. അവരുടെ കുഞ്ഞുങ്ങൾക്ക് അല്പം കുറച്ചാലും കർത്താവിന്റെ ദാസന്മാർക്ക് സഭയ്ക്കും അവർ കുറച്ചില്ല, അവർ കൊടുത്തു. അതിന്റെ കാരണം കൊണ്ട് അവരുടെ തലമുറയെയും അവരുടെ തലമുറകളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. If you ask the older servants of the Lord, they did their ministry with their limited resources, and from that limitations they honored the servants of the Lord. They honored the ministry of the Lord, and you can find the blessing. The Lord opened the heavens and bestowed the blessings on their generations, and that's a living witness. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ലിമിറ്റഡ് റിസോഴ്സുകൾ വെച്ച് അവർ ദൈവവേല ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ അൺലിമിറ്റഡ് റിസോഴ്സുകൾ ഉപയോഗിച്ച് സുവിശേഷം അറിയിക്കുന്നത്. Since they did their ministry with their limited resources, that's the reason why me and rest of others are doing our ministry with unlimited resources. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഇത് ഈ ഗിവിംഗ് എന്ന് പറയുന്നത്, ഗിവിംഗ് ഈസ് ദ നേച്ചർ ഓഫ് ഗോഡ്. കൊടുക്കുക എന്ന് പറയുന്നത് ദൈവികമായ ഒരു സ്വഭാവമാണ്. Giving is a nature of God. The Lord gives. ഇവിടെ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സമൃദ്ധി നന്മ ഉണ്ടാകണമെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ. യേശു കർത്താവ് വെറുതെ പറയത്തില്ലല്ലോ, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന വലിയൊരളവ് നിങ്ങളുടെ മടിയിൽ തരും എന്നൊന്നും വെറുതെ പറയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഞാനൊരു ഭാഗം പറയട്ടെ. യേശു പറയുകയാണ്, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. പക്ഷികൾ എന്ത് ചെയ്യുന്നില്ല? വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. എന്തുകൊണ്ട് പക്ഷികൾ കൊയ്യുന്നില്ല? സിമ്പിൾ, അവർ വിതയ്ക്കുന്നില്ല. എന്തുകൊണ്ട് അവർക്ക് കളപ്പുരകളില്ല? അവർ വിതയ്ക്കുന്നില്ല. അപ്പൊ വിതയ്ക്കുന്നവർക്ക് എന്തുണ്ട്? വിതയ്ക്കുന്നവർക്ക് കൊയ്ത്തുണ്ട്, വിതയ്ക്കുന്നവർക്ക് കളപ്പുരയുണ്ട്. വിതയ്ക്കുന്നവർക്കാണ് കളപ്പുര. ശരിക്കും പറയട്ടെ, കർത്താവിന്റെ വേലയ്ക്കും തന്റെ നാമത്തിനും വേണ്ടി വിതച്ചിട്ട് വേറെ ആർക്കെങ്കിലും സമൃദ്ധിയുടെ കളപ്പുര ഉണ്ടായിട്ട് ആ കളപ്പുര കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നിനക്കും ആ കളപ്പുര ഉണ്ടാകാൻ വിതയ്ക്കുക, കൊയ്യുക. Right from the mouth of Jesus, what we find is this: give and you shall receive. It will be given
pressed, shaken, and running over into your lap. And Jesus says, look at the birds of the sky. They do not sow, they do not harvest, and they do not keep the grain in the barn. Why do they not harvest? Because they do not sow. Why do they don't have a barn? Because they do not sow. If you are sowing, you will reap. If you are reaping, you will store that in your barn. And if somebody is keeping a barn, do not look jealously at them. They have sowed a seed. ഓൺലൈൻ വഴി നീന്തൽ പഠിക്കാൻ പറ്റാത്തതുപോലെയാണ് വിതയ്ക്കാത്തത് നമുക്ക് കൊയ്യാൻ പറ്റത്തില്ല. ഓൺലൈൻ വഴി നീന്തൽ പഠിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെയാണ് വിതയ്ക്കാതെ കൊയ്യാം എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കർത്താവ് പറയുന്നു, പറവകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, വിതയ്ക്കാത്തത് കൊണ്ട് അത് കൊയ്യുന്നില്ല, കൊയ്ത്തില്ലാത്തത് കൊണ്ട് അതിന് കളപ്പുരയില്ല. പക്ഷെ അതിനെയും ദൈവം എന്ത് ചെയ്യുന്നു? പുലർത്തുന്നു. സംഭവം ശരിയാണ്. പക്ഷെ അവിടെ ഒരു ആത്മീക മർമ്മമുണ്ട്. വിതയ്ക്കുന്നവർക്ക് കൊയ്ത്തുണ്ടാകും, വിതയ്ക്കുന്നവർക്ക് കളപ്പുരകൾ ഉണ്ടാകും. If you sow for the Lord, if you sow seeds for the Lord, you will be reaping, and if you are reaping, you will have a great harvest so that you can preserve something in your barn. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഈ സഹോദരിയെ നോക്കുക. അവൾ അടുത്ത വാക്യത്തിൽ 14-ാമത്തെ വാക്യത്തിൽ 1 രാജാക്കന്മാർ 17-ന്റെ 14-ാമത്തെ എഴുതിയിരിക്കുകയാണ്, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പൊ ഇവിടെ അവളൊരു വാഗ്ദത്തം കേൾക്കുകയാണ്, ഒരു പ്രോമിസ് കേൾക്കുകയാണ്. നിന്റെ വീട്ടിലെ ഞെരുക്കം മാറാൻ പോകുന്നു, കലത്തിലെ മാവ് തീരത്തിലിനി, ഈ ക്ഷാമം തീരുന്നത് വരെ ദൈവം നിന്നെ കരുതാൻ പോകുന്നു എന്നുള്ള ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്തം ഈ സഹോദരി കേൾക്കുന്നു, ഈ കുടുംബം കേൾക്കുന്നു 14-ാമത്തെ വാക്യത്തിനകത്ത്. പക്ഷേ ആ വാഗ്ദത്തം നിവർത്തിക്കപ്പെടാൻ, ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യപ്പെടാൻ 15-ാമത്തെ വാക്യത്തിൽ അതിനകത്തൊരു ഫെയ്ത്ത് ആക്ഷൻ ഉണ്ട്. എപ്പോഴും ഓർക്കണം, വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. വാഗ്ദത്തമുള്ളവർക്ക് ഒരു പുറപ്പാടുണ്ട്. എന്താണ് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി കഴിഞ്ഞാൽ 2-ാമത്തെ പുസ്തകം പുറപ്പാടായത്? എന്തുകൊണ്ടാണ് അതിന് പുറപ്പാട് പുസ്തകം എന്ന് പേർ വന്നത്? വാഗ്ദത്തം കേട്ട ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക്, വാഗ്ദത്തത്തിൽ എത്തുവാൻ, വാഗ്ദത്തത്തെ കാണുവാൻ അവർ പുറപ്പെട്ടത് കൊണ്ടാണ് പുറപ്പാട് പുസ്തകം ഉണ്ടായത്. അപ്പോൾ വാഗ്ദത്തമുള്ളവർക്ക് ഒരു പുറപ്പാടുണ്ട്, വിശ്വാസത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. Every faith will have a work which will be accompanying it. We have 17 verse 14, a promise delivered by the man of God. The jar of flour will not be exhausted, and nor the jar of oil run dry until the day the Lord sends rain on earth. This promise which this lady received, she acted on that promise in verse 15. That's why every faith proclamation will be accompanied by an act. We have the book of Exodus because in Genesis they heard a promise and they began to act on the promise, and they were brought out of the land of Egypt. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദൈവികമായ വെളിപ്പാടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവസഭയെ. ഈ സഹോദരി ഏലിയാവിനോട് വളരെ സിൻസിയർ ആയിട്ട് പറയുന്നുണ്ട്, എനിക്കും എൻ്റെ കുഞ്ഞിനും മാത്രമുള്ള മാവേ ഇരിപ്പുള്ളൂ. ആ അപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾ ഇന്ന് രണ്ടുപേരും മരിക്കാനിരിക്കുകയാണ്. അവളോടാണ് ഏലിയ പറയുന്നത്, ആദ്യം 2 അപ്പം എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരണം, പിന്നെ നീയും നിന്റെ കുഞ്ഞും അപ്പം ഉണ്ടാക്കി കഴിക്കണം. ഇത് കേട്ടിട്ട് ഈ സഹോദരി അവൾ അങ്ങനെ പോയി ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എൻ്റെ ഒരു ചോദ്യം, ഇല്ലാത്ത മാവ്, ഇല്ലാത്ത എണ്ണ വാസ്തവമായിട്ടും അവളുടെ മുൻപിൽ ഏലിയാവിനും അവൾക്കും കുഞ്ഞിനും ഉള്ളതില്ല. ഇല്ലാത്ത ഒരു സാധനം അവൾ എടുക്കാനായി പോയതും ഇല്ലാത്ത അപ്പം ഉണ്ടാക്കാനായി തിരിഞ്ഞതുമാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളിത് വളരെ ശ്രദ്ധിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് 10 അടങ്ങഴി മാവിരിപ്പുണ്ട്, ദോശ ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്നുള്ളതല്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. നിങ്ങൾ കാറ്റ് കാണില്ല, മഴ കാണില്ല, എന്നാൽ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അതാണ് ഫെയ്ത്ത്, അതാണ് വിശ്വാസം. യെസ് പാസ്റ്റർ. In verse 15 we find
So she went away and did according to the word of Elijah. We very well know that there is no enough flour for 3 people. Only a bread which is sufficient for 2 people are there. But she is going to make a bread which is not there. She is going to take a flour which is not there. That is the act of faith. Without seeing something, if you step forward in faith to do that thing which the Lord has promised, the Lord is going to bless that action and that will bring out greater results. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കാണുന്നുണ്ടോ? ഈ സഹോദരിയുടെ അകത്ത് പെട്ടെന്നൊരു വിശ്വാസം ഉണ്ടായി. ആ ഫെയ്ത്ത് ആണ്, ആ വിശ്വാസമാണ് അപ്പം ഉണ്ടാക്കാനായിട്ട് അവള് തിരിഞ്ഞതിന്റെ കാരണം. ആ വിശ്വാസം അവളിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ട് ഏലിയാവ് ആദ്യം കൊടുത്ത മെഡിസിൻ എന്താണെന്നറിയോ? ഭയപ്പെടണ്ട. അവളുടെ അകത്തിരുന്ന ഫിയറിനെ ഏലിയാവ് എടുത്ത് വെളി കളഞ്ഞപ്പോഴാണ് അവളുടെ അകത്ത് ഫെയ്ത്ത് വന്നത്. ഫെയ്ത്തും ഫിയറും കൂടെ ഒന്നിച്ചു പോവുകയല്ല. ഫെയ്ത്ത് ഉള്ളവർക്ക് ഫിയർ ഇല്ല, ഫിയർ ഉള്ളവർക്ക് ഫെയ്ത്ത് ഇല്ല. എന്ന് പറഞ്ഞാൽ ഭയമുള്ളവർക്ക് വിശ്വാസമില്ല, വിശ്വാസമുള്ളവന് ഒന്നിനെയും ഭയമില്ല. That which instigated this woman to turn to her home to make that bread was the promise and the faith which was instilled inside her by this prophet. And the medicine which made faith activated in her was the word which he said, do not fear. If you have fear in your heart, you won't have enough space for faith. And if you have faith in your heart, there will not be any fear. The faith dispels the fear which is inside of you. ഭയം മാറിയാൽ മാത്രമേ വിശ്വാസത്തിന് പുറത്തു വരാൻ കഴിയൂ. വിശ്വാസം ശക്തമായി നിന്നാൽ മാത്രമേ ഭയത്തിന് നിന്നെ തൊടാതിരിക്കാൻ കഴിയുള്ളൂ. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ, ഇതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നിങ്ങൾ വന്നിരിക്കുമ്പോൾ, ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, വിവിധ തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടാലും, വിവിധ വ്യാധികൾ നിങ്ങൾ ദേശങ്ങളിൽ കണ്ടാലും, ഇനി ഈ കഴിഞ്ഞ വർഷങ്ങളെക്കാളൊക്കെ അധികമായി മറ്റെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നാലും, അതിന്റെ നടുവിൽ നിങ്ങൾക്കൊരു ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച്, നിങ്ങൾക്ക് ആശിക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു ഉറപ്പും, കാണാത്ത കാര്യങ്ങളെക്കുറിച്ചൊരു നിശ്ചയമുണ്ടെങ്കിൽ, ഒരിക്കലും ജയിക്കാൻ പോകുന്നത് പിശാചല്ല, ഒരിക്കലും ജയിക്കാൻ പോകുന്നത് മന്ത്രവാദിയല്ല, ഒരിക്കലും ജയിക്കാൻ പോകുന്നത് അസൂയക്കാരനല്ല, ഒരിക്കലും ജയിക്കാൻ പോകുന്നത് നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവല്ല. ആമീൻ. വിജയിക്കുവാൻ പോകുന്നത് നിന്റെ വിശ്വാസമാണ്. If you have such kind of a faith inside you, if that faith dispels that fear which is inside you, if you hope for the things which you have not seen, then it's not the people, the things which the people say around you, it's not that matters. It's not the witchcraft that matters. It's the faith inside you which is activated that makes blessings in your life. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം താൻ ഗ്രഹിച്ചിട്ടും, അബ്രഹാം ഗ്രഹിച്ചിട്ടും, തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചത് താൻ അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അബ്രഹാം ഉറച്ചു. അതവന് നീതിയായി കണക്കിട്ടു. ബൈബിൾ പറയുന്നു, ഇത് അബ്രഹാമിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങളെ കുറിച്ച് കൂടെയാകുന്നു എഴുതിയിരിക്കുന്നത്. എന്താണ് അവിടെ വ്യക്തമാകുന്നത്? സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം, ചത്ത അവസ്ഥ, മരിച്ച അവസ്ഥ അബ്രഹാമിന് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വത്തെ കുറിച്ച് അവൻ ചിന്തിച്ചു, വിചാരിച്ചു. എന്നാൽ തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചത് താൻ അറിഞ്ഞു. നമ്മൾ പറയത്തില്ല, എന്റെ കാര്യം എനിക്കറിയാം എന്ന് പറയുന്നത് പോലെ, തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചത്, താൻ അശക്തനായത് താൻ അറിഞ്ഞു, അനുഭവിച്ചു. 2 കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, സാറയെ കുറിച്ച് അബ്രഹാം ചിന്തിച്ചു, തന്നെ കുറിച്ച് താൻ അനുഭവിച്ചു. പക്ഷേ അബ്രഹാം ചിന്തിച്ചതും അബ്രഹാം അനുഭവിച്ചതുമല്ല അബ്രഹാം വിശ്വസിച്ചത്. നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്,
നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭയത്തിന്റെ ചിന്തകളല്ല, മരണചിന്തകളല്ല, തകർച്ചയുടെ ചിന്തകളല്ല. നിങ്ങൾ അനുഭവിക്കുന്ന ശരീരത്തിൽ അനുഭവിക്കുന്ന, ഭവനത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളുമല്ല. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതെന്ന് അറിയുമോ? കാണാൻ പോകുന്നതെന്ന് അറിയാമോ? എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? വാ തുറന്ന് പറഞ്ഞ ചില വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ചില വിശ്വാസങ്ങൾ, അതത്രേ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ചെയ്യുവാൻ പോകുന്നത്. From the life of Abraham, he thought about the deadness of Sarah's womb. He experienced the weakness in his body, but he did not believe all those things. He did not think about the deadness of Sarah's womb or his experience. He believed in an entirely different thing. He began to hope against the hope. He began to hope against all the odds that's happening, and he believed in the promise of Lord. If you are experience extreme situations in your life, if you are experience frailty in your body, I say in the name of Jesus, believe that the Lord is going to bring health. Believe that the Lord is going to bring peace. If you believe that, that's what going to happen in your body, not the thing which you experience in your life. The widow responded in faith to Elijah's direction. ആ സഹോദരി ഏലിയാവ് പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചു. വിശ്വസിക്കുക മാത്രമല്ല, ആ വിശ്വാസത്തിൽ ഒരു പ്രവൃത്തിയുണ്ട്. അപ്പം ഉണ്ടാക്കാനായിട്ട് അവള് അടുക്കളയിലോട്ട് പോയി. മാവില്ലെന്നറിയാം, ഇനഫ് സാധനകത്ത് ഇല്ലെന്നറിയാം, ലിമിറ്റേഷൻ ഉണ്ടെന്നറിയാം. ബട്ട് ആ ദൈവപുരുഷൻ പറഞ്ഞ വാക്കിനെ അവൾ ആഴമായി വിശ്വസിച്ചു. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ജനമേ, ദ ഇയർ ഓഫ് പ്രിപ്പറേഷനിൽ ഈ 2021 സഭയോട് കർത്താവ് അറിയിക്കുകയാണ്, ദൈവം ആർക്കു വേണ്ടിയാണ് സകല നന്മകൾ ഒരുക്കിയിരിക്കുന്നത്? എല്ലാം ബൈ ഫെയ്ത്ത് ആകട്ടോ. രക്ഷ വിശ്വാസത്താലാണ്, നീതീകരണം വിശ്വാസത്താലാണ്, പരിശുദ്ധാത്മാവ് വരുന്നത് വിശ്വസിക്കുന്നവരുടെ മേലാണ്, സ്നാനം ഏൽക്കേണ്ടത് വിശ്വാസത്താലാണ്, സൗഖ്യങ്ങൾ ഉണ്ടാകുന്നത് വിശ്വസിക്കുന്നവരിലാണ്. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ ദൈവികമായ അനുഗ്രഹങ്ങളും വിശ്വസിക്കുന്നവർക്കുള്ളതാണ്, വിമർശകർക്കുള്ളതല്ല. Every blessings in the Bible comes to you through those who believe. The salvation is for those who believe. Justification is by faith. You take baptism because you have faith. The Holy Spirit comes on those who believe in the Holy Spirit. It's not coming on those who criticize. All the blessings of the Bible comes on those who believe. ഈ സഹോദരിയുടെ ജീവിതത്തിലെ ലിമിറ്റേഷൻസ് ബ്രേക്കായി. അവളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ചുറ്റുപാടും എല്ലാ സ്ഥലങ്ങളിലും പട്ടിണി മരണങ്ങളും നിലനിൽക്കുമ്പോൾ ഒരു വീട്ടിൽ മാത്രം സമൃദ്ധി വെളിപ്പെട്ടു നിൽക്കുന്നു. ആർക്കും അറിയില്ല അതിന്റെ രഹസ്യം എന്തെന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി എന്തായിരുന്നു അതിന്റെ പിറകിലെ സീക്രട്ട് എന്ന്. ഒന്ന്, ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗം. ഈ സംഭവം യേശു കർത്താവ് ദേവാലയത്തിൽ ന്യായപ്രമാണത്തിന്റെ ചുരുളുകളെ നിവർത്തി വെച്ചിട്ട് പറഞ്ഞു, സീദോനിലെ സാരാപത്തിൽ അനേക വിധവമാരുണ്ടായിരുന്നിട്ടും ഏലിയാവെന്ന പ്രവാചകനെ ഒരുവളുടെ അടുക്കലേക്കല്ലാതെ ദൈവം അയച്ചില്ല. ഹല്ലേലൂയ. അതിനകത്ത് യേശുവും തന്റെ ശുശ്രൂഷയിൽ ഈ സംഭവങ്ങൾ എടുത്തു പരാമർശിക്കണമെങ്കിൽ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക പദ്ധതിയുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന കുടുംബങ്ങളോട്, വ്യക്തികളോട് ഞാൻ വ്യക്തമായി പറയട്ടെ, നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദേശത്തിൽ എന്ത് നടക്കട്ടെ, ലോകത്തിൽ എന്ത് നടക്കട്ടെ, സമൂഹത്തിൽ എന്ത് സംഭവിക്കട്ടെ, നിന്നെ സൂക്ഷിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാ. നിങ്ങളെ കരുതാൻ എന്റെ ദൈവം വിശ്വസ്തനാ. നിങ്ങളെ മാനിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ദൈവം എന്റെ ലിമിറ്റേഷനെ ബ്രേക്ക് ചെയ്യും? Believe today and repeat after me.
the Lord is going to break that limitation. This widow acted in faith, and she was her incident was taken over by Jesus, and Jesus says that only to this widow was Elijah sent. This widow acted in faith, and when the surrounding areas were stricken by this drought and famine, when many deaths were happening around her, she and her family were thriving because God blessed her. And even Jesus takes over that incident and says, only to this Sidonian widow was Elijah sent. And that incident became so important because she acted in faith. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ആഴിയും ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂടേറും ഈ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവും വരളുമ്പോ, ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എന്നാത്മ ദാഹം തീർത്തിടും. ഉന്നം വെച്ച വൈരിയും കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എത്ര പേർക്ക് ഇന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പറ്റും? എന്റെ ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്ത, എല്ലാത്തിനും ശത്രു എനിക്ക് പരിമിതികൾ വെച്ചപ്പോൾ, പിശാച് എനിക്ക് പരിമിതികൾ വെച്ചപ്പോൾ, മനുഷ്യൻ എനിക്ക് പരിമിതികൾ വെച്ചപ്പോൾ, എന്നെ പരിമിതികളില്ലാതെ അനുഗ്രഹിച്ച ദൈവം, പരിമിതികളില്ലാതെ തന്റെ ആത്മാവിനെ പകർന്ന ദൈവം. യേശുവേ, നീ എന്റെ ജീവിതത്തിൽ ഏലിയാവിനെ പോലെ, ഏലിയാവ് ആ വിധവയുടെ ഭവനത്തിൽ റൈറ്റ് ടൈമിൽ എത്തിയതുപോലെ, യേശുവേ കൃത്യസമയത്ത് നീ എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നു, ഇന്ന് ഞാൻ ഈ ഭൂമി കാണത്തില്ലായിരുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും? ഏലിയാവ് അന്നത്തെ ദിവസം ആ വീട്ടിൽ ആ വിധവയുടെ ഭവനത്തിൽ ചെന്നില്ലായിരുന്നു, അന്ന് രാത്രി ഇവള് മരിക്കുകയാണ്. ഇതുപോലെ യേശു കർത്താവേ, എന്റെ ദൈവമേ, നീ എന്റെ ജീവിതത്തിൽ ആ റൈറ്റ് ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ, ആ അനുഭവങ്ങളുടെ നടുവിൽ വന്നില്ലായിരുന്നെങ്കിൽ, ആ ഒരു അവസരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ പോലും കാണത്തില്ലായിരുന്നു കർത്താവേ. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ വന്നതിന് നന്ദി എന്ന് എത്ര പേര് പറയും? ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ ലിമിറ്റേഷനുകൾ ബ്രേക്ക് ചെയ്യപ്പെടുവാൻ, എന്റെ അവസ്ഥകൾ മാറുവാൻ, എന്റെ സാഹചര്യങ്ങൾ മാറുവാൻ, എന്റെ അനുഭവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുവാൻ യേശുവിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ആ കൈകളെ ഉയർത്തിപ്പിടിക്കുമോ? എന്റെ കുടുംബത്തിലേക്ക് വരണമേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയത്തില്ല. മനുഷ്യൻ എന്തോ പറയുന്നേ? പുകഞ്ഞ കൊള്ളി പുറത്ത്, പുകഞ്ഞ തിരി പുറത്ത്. പക്ഷെ ദൈവം പറയുന്നു, ആ പുകഞ്ഞ തിരി കഴിഞ്ഞിത്താ, ഞാൻ വീണ്ടും കത്തിക്കാൻ പോവാ. ആ ചതഞ്ഞ ഓട കഴിഞ്ഞിത്താ, ഞാൻ അതിനെ വളരെ നാദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു പുല്ലാക്കുഴലാക്കി, ഒരു ഫ്ലൂട്ടാക്കി ഞാൻ അതിനെ മാറ്റാൻ പോവുകയാണ്. ചതഞ്ഞ ഓടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. ചതഞ്ഞ ഓടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ,
ഉറങ്ങില്ലവൻ. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. സ്വർഗസ്ഥനായ എന്റെ പിതാവേ, നിന്റെ കരം നിന്റെ മക്കളെ സ്പർശിക്കണമേ. യേശുവേ, ആരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ആത്മാവിലേക്ക് ഇന്ന് ഈ നിമിഷം അങ്ങ് കടന്നു വരണമേ. സർവശക്തനാകുന്ന ദൈവം നിന്റെ മക്കളെ അവിടുന്ന് തുടരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ സന്ദേശം അവർ വിശ്വാസത്തോടെ ഏറ്റെടുത്തെങ്കിൽ, ഏലിയാവിന്റെ വാക്കിനെ വിശ്വസിച്ച സഹോദരി അപ്പമുണ്ടാക്കുവാൻ അടുക്കളയിലേക്ക് പോയതുപോലെ ഇവർ വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കട്ടെ. ഇവർ വെക്കുന്ന വിശ്വാസത്തിന്റെ ചുവടുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം ഈ ദിവസങ്ങളിൽ ഇവർക്കായി ഒരുക്കിയ നന്മകളാൽ നിന്റെ ജനത്തെ അവിടെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവേ, അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. എന്റെ ഹൃദയത്തിലേക്ക് വരണമേ യേശുവേ എന്ന് എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? എന്റെ ജീവിതത്തിലേക്ക് വരണമേ കർത്താവേ എന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? യേശു നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ചില രോഗികൾ ഈ സമയം യേശുവിന്റെ അടിപ്പിണരുകളാൽ സുഖം പ്രാപിക്കുകയാണ്. എപ്പോഴും ശാരീരിക പ്രശ്നങ്ങളിട്ട്, രോഗങ്ങളിട്ട് നിങ്ങളെ അലട്ടുന്ന ആ ഭയത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ആങ്സൈറ്റി നിങ്ങളെ വിട്ടുമാറട്ടെ, ആ ആകുലതകൾ നിങ്ങളെ വിട്ടുമാറട്ടെ, ആ രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ അടിപ്പിണരുകളാൽ നിന്റെ മക്കൾ സുഖം പ്രാപിക്കട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ, അവിടുന്ന് ഒരുക്കിയ നന്മകൾ അവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. May God bless you and I bless you in Jesus' almighty name. Amen.